നമസ്കാരം. പോരാട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിശപ്പടക്കാനും കൂട്ടുകൂടാനും മാത്രമാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളും പോരാടുന്നതെങ്കിൽ ഒരു കൂട്ടർ മാത്രം അങ്ങനെയല്ല. അതിജീവനത്തിനായല്ല അവർ പോരാട്ടം നടത്തുന്നത്, മറിച്ച് അധികാരം എന്നുള്ള വിശപ്പടക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ പോരാട്ടങ്ങൾ നടത്തുന്നത്. ശത്രുവിനെ ശാരീരികമായി മാത്രമല്ല മാനസികമായും മനഃശാസ്ത്രപരമായും ഇല്ലാതാക്കണം. ശത്രുവിന്റെ ആശയങ്ങളെയും ഇച്ഛാശക്തിയെയും നിലം പരിശാക്കണം. സ്വന്തം വിശ്വാസങ്ങൾ ശത്രുവിന് മേൽ അടിച്ചേൽപ്പിക്കണം. തോറ്റവരെ അടക്കി ഭരിക്കണം. ഇത്തരത്തിലുള്ള നീച ലക്ഷ്യങ്ങളുമായി പോരാടുന്ന ഒരേയൊരു ജീവിവർഗം മാത്രമാണ് ഇന്ന് ഭൂമുഖത്തുള്ളൂ. അതെ, നാം എല്ലാവരും ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കയ്യൂക്കുകൊണ്ടുള്ള മൽപിടുത്തങ്ങൾ, കല്ലും വടിയുമെടുത്തുള്ള അടിപിടികൾ, അമ്പും വില്ലുമെടുത്തുള്ള പോരാട്ടങ്ങൾ, സംഘം ചേർന്നുള്ള സംഘട്ടനങ്ങൾ, ആനയും രഥവും കുതിരയും ഒക്കെ ഉപയോഗിച്ചുള്ള പല പല യുദ്ധങ്ങൾ. മനുഷ്യനുണ്ടായ കാലം മുതലേ തുടങ്ങുന്നു അവന്റെ യുദ്ധങ്ങളുടെ കഥകളും. മഹത്തായ ഇതിഹാസങ്ങൾ പോലും ധീരമായ യുദ്ധങ്ങളുടെ കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാഭാരത യുദ്ധം, 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല യുദ്ധങ്ങളും, എല്ലാ യുദ്ധങ്ങളും നമ്മോട് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, മറിച്ച് മാനവികത, മനുഷ്യത്വം എന്നിവ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ പ്രധാന യുദ്ധങ്ങളും മറ്റ് സംഘർഷങ്ങളും എല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുകയാണ്. എല്ലാ യുദ്ധങ്ങളിലെയും ഇരകളായി മാറുന്നത് യുദ്ധം എന്തിനാണെന്ന് പോലും അറിയാത്ത പാവം മനുഷ്യർ തന്നെയാണ്. വിവേകമുള്ള മനുഷ്യരാണ് യുദ്ധമെന്നുള്ള മഹാവിഡിത്തത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന അധികാരവർഗങ്ങളിലുള്ളവർ സുരക്ഷിതരായി സുഖലോലുപതയിൽ കഴിയുമ്പോൾ ഈ യുദ്ധത്തിന്റെ എല്ലാ കെടുതികളും അനുഭവിക്കുന്നത് അവിടെ ജീവിക്കുന്ന യുദ്ധം എന്തിനാണെന്ന് പോലും അറിയാത്ത നിസ്സഹായരായിട്ടുള്ള മനുഷ്യനാണ്. യുദ്ധങ്ങൾ എന്നും നാശനഷ്ടങ്ങൾ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളൂ. യുദ്ധത്തിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല. മനുഷ്യനുണ്ടായ കാലം മുതലേ തുടങ്ങിയിട്ടുള്ള ഇത്തരം യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. ആയുധങ്ങളുടെ ചിലമ്പൊലികളും ആക്രോശങ്ങളുടെ വെല്ലുവിളികളും ഇല്ലാത്ത ഒരു ദിനം പോലും മനുഷ്യരാശി കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് ലോക ചരിത്രവും വർത്തമാനകാല സംഭവങ്ങളും എല്ലാം നമ്മോട് പറയുന്നത്. ദേശീയമോ അന്തർദേശീയമോ ആയി ഭൂഖണ്ഡങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എല്ലാ സമയവും സംഘർഷങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. മതം, ജാതി, വർണ്ണം, വർഗം, രാഷ്ട്രീയം, അതിർത്തി തർക്കങ്ങൾ, സമ്പത്തിനോടുള്ള അത്യാർത്തി, അധികാരത്തിനായുള്ള മോഹം, അന്യന്റെ വളർച്ചയിലുള്ള അസൂയ തുടങ്ങിയ പല കാര്യങ്ങളാണ് ഓരോ യുദ്ധത്തിനും വഴിയൊരുക്കുന്നത്. ചെറിയ ചെറിയ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പോലും ആരംഭിക്കുന്ന യുദ്ധങ്ങൾ നിർത്തുക എന്നുള്ളത് ഏറെ പ്രയാസമാണ്. വ്യക്തികൾ തമ്മിലുള്ള വളരെ ചെറിയ സംഘർഷങ്ങൾ വൈരാഗ്യമായും പ്രതികാരമായും ഈട്ടം കൂടി അത് തലമുറകളായി പരിണമിച്ച് മഹായുദ്ധങ്ങളിലാണ് പലപ്പോഴും കലാശിക്കുന്നത്. ആ ചെറിയ സംഘർഷങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് പകരം അവ മഹായുദ്ധങ്ങളിലേക്ക് പോലും നീങ്ങുന്ന കാഴ്ചകളാണ് എല്ലാ യുദ്ധങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. നിസാര കാര്യങ്ങളുടെ മേൽ തുടങ്ങുന്ന എല്ലാ യുദ്ധവും മഹാവിനാശത്തിലാണ് അവസാനിക്കുന്നത്. മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ ഭൂലോകത്തുണ്ട്. എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ ഭൂലോകത്ത് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നിസാര കാരണങ്ങളുടെ പേരിൽ തമ്മിൽ അടിപിടി കൂടി പരസ്പരം കൊന്നൊടുങ്ങാനാണ് മനുഷ്യരാശിയുടെ വിധി എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. കൊറോണയുടെ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ച അതേ ലോകം തന്നെയാണ് അനേകം മനുഷ്യരെ കൊന്നെടുക്കുവാൻ വേണ്ടി അതിലുമേറെ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധത്തിന് വേണ്ടി ഓരോ രാജ്യവും ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയും മനുഷ്യാധ്വാനവും ഉണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യ വിമുക്ത രാജ്യവും അതിലുമുപരി ഒരു വികസിത രാജ്യവും നമുക്ക് പടുത്തുയർത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് അധികാരികൾ ഇന്ന് ബുദ്ധിപൂർവം ചിന്തിക്കേണ്ടത്. നാശനഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് യുദ്ധങ്ങൾക്കെന്നും പറയുവാനുള്ളത്. ശത്രുവിനെ കീഴടക്കി സ്വന്തം വിശ്വാസങ്ങൾ, നയങ്ങൾ എന്നിവ ശത്രുവിന് മേൽ അടിച്ചേൽപ്പിക്കലാണ് യുദ്ധമെന്ന് ഓപ്പൺഹൈമർ പറഞ്ഞിട്ടുണ്ട്. യുദ്ധങ്ങളുടെ നാശനഷ്ടങ്ങൾ അനവധിയാണ്. അനാഥത്വം, ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയവയാണ് ഓരോ യുദ്ധങ്ങളും ബാക്കിയാക്കുന്നത്. തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങൾ, അതിലുമുപരി ഈ ദാരിദ്ര്യവും അനാഥത്വവും, അതിലുമുപരി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച, കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതിക്കുണ്ടാവുന്ന മലിനീകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഓരോ യുദ്ധക്കെടുതികളും നമുക്ക് മുമ്പിൽ ബാക്കിയാക്കി വെക്കുന്നത്. അതിനാൽ തന്നെ യുദ്ധം ഒന്നിനുമുള്ള ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം മനുഷ്യരാശിക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
യുദ്ധം ഒന്നിനുമുള്ള പരിഹാരമല്ല, മറിച്ച് പുതിയ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു കവാടമാണെന്ന് നാം തിരിച്ചറിയണം. നാം നേടിയിട്ടുള്ള ശാസ്ത്ര പുരോഗതി ആയുധങ്ങളുടെ കൂടി പുരോഗതിയാണെന്നാണ് ഓരോ യുദ്ധവും അടയാളപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ശാസ്ത്ര പുരോഗതി മനുഷ്യ നന്മയ്ക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. അധികാരവർഗങ്ങളുടെ യുദ്ധക്കൊതിയെ ധീരമായി എതിർക്കാൻ ജനങ്ങൾക്ക് ശേഷിയുണ്ടാകണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഉയർത്തണം. വിവേകികളായ നാം മനുഷ്യർ യുദ്ധം എന്ന മഹാവിഡിത്തത്തിൽ ഏർപ്പെടരുത്. വിവേകമുള്ള മനുഷ്യരായി മാറിക്കൊണ്ട് ഒരു യുദ്ധവും ഇനി ഉണ്ടാവരുത് എന്ന് ശക്തമായി ഉയർത്തി പറയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. യുദ്ധമില്ലാത്ത ശാശ്വത സമാധാനം വിളങ്ങുന്ന ഒരു ലോകമാണ് നമുക്ക് പടുത്തുയർത്തേണ്ടത്. നമ്മുടെ വരും തലമുറകൾക്ക് യുദ്ധകഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് സമാധാനത്തിന്റെ ശോഭ എത്രമാത്രമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ രാജ്യങ്ങളും യുദ്ധങ്ങളില്ലാതെ സൗഹാർദ്ദപരമായി വാഴുന്ന ഒരു പുതുലോകം പടുത്തുയർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.